റീസെൻ്റ്ലി വന്ന മലയാളം സിനിമകളുടെ ബോക്സ് ഓഫീസിലെ പെർഫോമൻസ് കണ്ടപ്പോൾ അതിനെ കുറിച്ചിട്ട് ചെറിയൊരു ടോക്ക് നടത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നല്ല സിനിമകളുണ്ടെങ്കിൽ ആളുകൾ സിനിമകൾ കാണാൻ തിയേറ്ററിലോട്ട് വരികയുള്ളൂ എന്നതാണ് ഒരു പോയിന്റ്. പക്ഷെ പലപ്പോഴും നല്ല സിനിമകൾ വന്നാൽ പിന്നെ കോൺസ്റ്റൻ്റ്ലി സിനിമകൾ കാണാൻ ഒരു തരം അറച്ച് വരും. ഐ തിങ്ക് ഇപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫെബ്രുവരിയിൽ പ്രൈമല്, അന്വേഷിപ്പൻ കണ്ടെത്തും, ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സും ഒക്കെ ഉണ്ടായ കാരണം തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്ന കാര്യത്തിൽ ഇത്ര മുതലായൊരു ഫെബ്രുവരി എനിക്കിതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. മാർച്ചിൽ ആടുജീവിതം, ഏപ്രിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എൻ ആവേശം. സോ ഒട്ടുമിക്ക വീക്കെൻഡിലും ഓഡിയൻസിനെ തിയേറ്ററിലോട്ട് വരുത്താൻ രീതിയിൽ ഇപ്പോൾ സിനിമകൾ ഉണ്ട്. ആടുജീവിതം ഇറങ്ങുന്നതിന് മുമ്പേ എനിക്ക് ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസിലൊന്നും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. റംദാൻ സീസണിൽ ഇറങ്ങുന്നു, 2 വീക്ക് കഴിഞ്ഞ വിഷു റിലീസ് വരും, അപ്പോൾ എന്ത് ചെയ്യാനാ എന്നായിരുന്നു എൻ്റെ ടേക്ക്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ മുകളിലോട്ട് ഈ സിനിമ വർക്കാവുന്നത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ഓഫ് ബീറ്റ് സിനിമ 150 കോടിയൊക്കെ ക്രോസ് ചെയ്യുന്നത് ഒന്നും അത്ര നോർമലായ കാര്യമല്ല. ഇതിപ്പോൾ നോവൽ അത്ര പോപ്പുലർ ആയതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇത്ര ഓഡിയൻസ് വന്നത് എന്നൊക്കെ പറയാമെങ്കിലും ഇവിടെയുള്ള ആക്ഷൻ സിനിമകളോ എൻ്റർടൈനേഴ്സോ ഒന്നും അങ്ങനെ അധികം തൊടാത്ത ഫിഗേഴ്സാണ് ഈ സിനിമ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സംഭവമാണ്. മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നന്നായിട്ട് വർക്കാവുന്നത് കണ്ടപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പാൻ ഇന്ത്യൻ സംഭവം ഇതുവരെ മലയാളത്തിൽ നിന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് മോർ ദാൻ 60 crores മഞ്ഞുമൽ ബോയ്സ് കളക്ട് ചെയ്തപ്പോൾ വാട്ട് ഐ ഫെൽറ്റ് ഈസ് അവിടുത്തെ ഓഡിയൻസിനായിട്ട് കണക്റ്റ് ആവുന്ന ഒരു എലമെൻ്റ് ഉള്ളത് കാരണമാണ് ഈ സിനിമ അങ്ങനെ അവിടെ ഓടിയത്. ഏതോ റാൻഡം മലയാളം സിനിമ കണ്ട് ഹിറ്റാക്കിയതല്ല. സോ ഇതുപോലെ മറ്റുള്ള സ്റ്റേറ്റ്സിലെ ഓഡിയൻസിനായിട്ട് കണക്റ്റ് ആവുന്ന വിധത്തിൽ ഇവിടെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയാൽ മലയാളം സിനിമകൾക്ക് ഈ പാൻ ഇന്ത്യൻ എന്ന് പറയുന്ന സംഭവം അത്ര ഇമ്പോസിബിളായ ഒരു കാര്യം ഒന്നും ആവില്ല. മുന്നേ മലയാളത്തിൽ ഒരു 100 കോടി സിനിമ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ സിനിമകൾക്ക് മാത്രം പോസിബിളായ ഒരു കാര്യം ആയിരുന്നു. ഇനിയിപ്പോൾ മറ്റു സിനിമകൾക്ക് അത്രയും പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ പോലും 80 കോടി അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടോ ഒക്കെ പോവുള്ളൂ. പക്ഷേ ഇത് ക്രാക്ക് ചെയ്തത് 2018 അപ്പോഴും അതൊരു അപൂർവമായൊരു കാഴ്ച ആയിരുന്നു. പക്ഷേ ഈ വർഷം ആവേശം, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ആടുജീവിതം അങ്ങനെ 4 സിനിമകളാണ് 100 കോടിയും കടന്നിട്ട് പോയത്. സോ ഇനി അങ്ങോട്ട് ഹൈലി റെസ്പോൺസുള്ളൊരു മലയാളം സിനിമ വന്നാൽ 100 കോടി എന്ന് പറയുന്നത് വളരെ നോർമലായൊരു കാര്യം ആവാൻ നല്ല ചാൻസ് ഉണ്ട്. എനിക്കിപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് എല്ലാ മന്തിലും അറ്റ്ലീസ്റ്റ് ഒരു നല്ല ഫിലിമെങ്കിലും ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മന്തിലും മലയാളം സിനിമകളുടെ കേസിൽ അത്ര ഡിസപ്പോയിൻമെൻ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു. റീസെൻറ്റ് മലയാളം ഫിലിംസിൻ്റെ ബോക്സ് ഓഫീസിലെ പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.